വിജയപ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഇതിൻ്റെ പ്രാധാന്യം തന്നെ ബഹുമാനപ്പെട്ട രാജീവ്ജിയും തുഷാർജിയും വന്നല്ലോ. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇലക്ഷൻ എടുക്കുകയാണ്. ഞങ്ങൾ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും തീർച്ചയായിട്ടും. സ്ഥാനാർത്ഥികൾ അത്ര ഉണ്ടെന്ന് പ്രശ്നമല്ലല്ലോ, കൂടുതൽ ആൾക്കാർ വരട്ടെ, അതിൽ പ്രശ്നമല്ലല്ലോ. നമ്മൾ ഏത് വിഭാഗം വോട്ടർമാരെയാണ് ലക്ഷ്യമിടുന്നത്? എല്ലാ വിഭാഗം വോട്ടർമാരെയും ലക്ഷ്യമിടുന്നുണ്ട്. എനിക്ക് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. ജാതി മതങ്ങളുമായിട്ട് അടിസ്ഥാനത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. എനിക്ക് 36 വർഷത്തെ അഭിഭാഷക വൃത്തിയുടെ പരിചയമുണ്ട്, 47 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയമുണ്ട്. UDF നൽകിയ BJP സ്ഥാനാർത്ഥി എന്നാണ് താങ്കളെ പറയുന്നത്. അവർക്കൊന്നും പറയാമല്ലോ, അതിലൊന്നും കാര്യമൊന്നുമില്ല. അത് വാസ്തവമുണ്ടോ? അതൊന്നും കാര്യമില്ല. ഞാൻ BJP ആയിട്ട് വരാൻ നോബിൾ മാത്യു ഉണ്ട്. അവർ ഞങ്ങളുടെ പഴയ കേരള കോൺഗ്രസ്സാണ്. ഇനി നിങ്ങളൊരു അത്ഭുതം കാണാൻ പോകുന്ന കേരള കോൺഗ്രസിന് ധാരാളം പേര് എൻ്റെ ചുവട് പിടിച്ച് വരാൻ നിൽക്കുന്നവർ ഇന്നലെ ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. തീർച്ചയായും BJP എന്ന മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങളെല്ലാം കടന്നു വരും. എല്ലാം കേരള കോൺഗ്രസ് ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഞങ്ങളൊക്കെ കേരള കോൺഗ്രസ് ഒരു കേരള കോൺഗ്രസ് ആയപ്പോൾ തുടങ്ങിയതാണ്. പക്ഷേ അവർ നേതാക്കന്മാർ തമ്മിൽ പിരിഞ്ഞപ്പോൾ ഞങ്ങളെപ്പോലെ രണ്ടാന്തര നേതാക്കന്മാർക്ക് അബദ്ധം പറ്റിപ്പോയി, അത്രയേ ഉള്ളൂ. ആരും തള്ളി പറഞ്ഞോട്ടെ, ഇവിടുത്തെ ജനങ്ങൾ തള്ളി പറയില്ല. അതാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ എല്ലാവർക്കും അറിയാം, നോബൽ മാത്യുവിനൊക്കെ അറിയാം. കാരണം ഇവിടുത്തെ ഇപ്പം തള്ളി പറഞ്ഞ ഒരു പാർട്ടി വരുന്നതിന് മുമ്പിൽ ഞാൻ മുമ്പിലായതാണ്. ഞാനിപ്പം തള്ളി പറഞ്ഞ ആളെ പേരൊന്നും ഞാൻ പറയുന്നത്, പേരുടെ ഞാൻ പറയാം. ഞാൻ KSCയുടെ 3 സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുള്ളപ്പം ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നെ ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിനും അതേപോലെ തന്നെ മുൻ മന്ത്രി മോൻസി ജോസഫൊക്കെ ഞാൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് ആ സംസ്ഥാന ഭാരതത്തിൽ കടന്നു വന്നത്. അതിലേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ മാണി സാറും മറ്റാരും ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ കേരള കോൺഗ്രസ് ആണെന്ന് അല്ല എന്ന് പറയത്തില്ലായിരുന്നു. മാണി സാറോ ബാലകൃഷ്ണ സാറോ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ കേരള കോൺഗ്രസ് അല്ല എന്ന് പറയത്തില്ലായിരുന്നു.